ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അർജുനും അഞ്ജലിയും കൂടി പോകുന്നത് നമ്മുടെ പത്മേനെ മിസ്സിംഗ് ആയ ഒരു സ്പോട്ടിലേക്ക്, അമ്പാടി പറഞ്ഞു കൊടുത്ത ആ ഒരു റെയിൽവേ ട്രാക്കിന്റെ ആ ഒരു സ്പോട്ടിലേക്ക് തന്നെയാണ് അർജുനും അഞ്ജലിയും കൂടി പോകുന്നത് കേട്ടോ. അപ്പൊ അർജുൻ്റെ അടുത്ത് അഞ്ജലി ചോദിക്കണ്ടേ, അല്ല ഇനി എന്താ രാജു നമ്മുടെ ഉദ്ദേശം? ഇവിടെ അടുത്ത് ചോദിച്ചു നോക്കാം, അങ്ങനെ ചോദിച്ചാൽ നമുക്കുള്ള ഉത്തരം കിട്ടുമായിരിക്കോ? അങ്ങനെ ചോദിക്കാതിരുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് അന്വേഷണം തുടങ്ങാം എന്ന് അർജുൻ പറയാണ്. ശേഷം അവിടെ വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഓരോ ആൾക്കാരത്തും അഞ്ജലിയും അർജുനും കൂടി മാറി മാറി ചോദിക്കേണ്ട, ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് നടന്നില്ലേ? അപ്പൊ അവരെല്ലാവരും തമിഴന്മാരാട്ടോ. അവര് തെരിയല്ലേ എന്ന് പറയുമ്പോഴേക്കും, അപ്പൊ അണ്ണ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നാച്ചാ ഒരു കുറച്ചു നാൾക്ക് മുന്നാടി എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴിലാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കേണ്ട, അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോ തെരിയാതെ എന്ന് മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ കേട്ടോ. അർജുൻ അഞ്ജലി ഇനിയിപ്പോ എന്താ ചെയ്യാ, ആർക്കും ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അമ്പാടി പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ഇതേ കുറച്ച് അങ്ങോട്ടുമായിട്ട് നമുക്ക് ആർക്കെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് അർജുൻ പറയണ്ട്. ശേഷം അഞ്ജലി അർജുനും കൂടെ നോക്കുമ്പോ ഒരു കുഞ്ഞിക്കുട്ടി കയ്യിൽ എന്തോ വലിയ ചാക്കൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് നടന്നിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒരു 10-11 വയസ്സ് കാണുമായിരിക്കും ആ കുട്ടി, ഒരു ആൺകുട്ടിക്ക്. അർജുനും അഞ്ജലി വേഗം ആ കുട്ടിയുടെ അടുത്തേക്ക് പോവാണ്. അർജുൻ പറയണ്ട്, എടോ താൻ ആ കുട്ടീനെ കണ്ടില്ലേ? അവനെ കണ്ടറിയാം നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള പയ്യനാണെന്ന്. വാ നമുക്ക് ആ പയ്യനോട് പോയി ചോദിക്കാം. അതെ മോനെ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നല്ലേ, തെരിയുമാ? തെരിയുമേ, ഇവിടുത്തെ ആക്സിഡന്റ് നടന്നാച്ച് എന്നാ കൊച്ചു പറയാണ്. അപ്പൊ അർജുൻ പറയണ്ട, അതെ ആ ആക്സിഡന്റിനെ കുറിച്ച് അറിയാൻ വേണ്ട ഈ അങ്കിളും ആന്റിയും വന്നിരിക്കുന്നത്. ശരി, ആ ആക്സിഡന്റിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, വേറെ ആർക്കും അറിയില്ല, എനിക്ക് ചില രഹസ്യങ്ങളൊക്കെ അറിയാം എന്നാ കുട്ടി പറയാണ്. സത്യമാണോ? അതെ, പിന്നെ എനിക്കത് പറയുമ്പോ എനിക്കെന്ത് കിട്ടും എന്ന് ചോദിക്കാണ്. ആഹാ, നീ ആള് കൊള്ളാലോടാ. അല്ല, നീ എത്രയാ പ്രതീക്ഷിക്കണത്? നിങ്ങൾ ഈ ഊരിൽ പുതിയ ആളല്ലേ, ഒരു കാര്യം ചെയ്യ, 500 തന്നാ മതി. അഞ്ജലി ചോദിക്കണേ, 500 രൂപയോ? അതെ, 500 തരാതെ ഞാനൊന്നും പറഞ്ഞു തരില്ല എന്ന് ആ കുട്ടി പറയാണ്. കൊടുക്ക് എന്ന് അഞ്ജലി പറയുമ്പോ അർജുൻ ഒരു 500 രൂപ ആ കൊച്ചിന് നേരെ നീട്ടുന്നുണ്ട്. ആ കുട്ടി അത് വാങ്ങിക്കാണ്. എന്നിട്ട് അഞ്ജലിക്ക് അർജുനും തൊട്ടടുത്തുള്ള ഒരു അമ്പലം ചൂണ്ടിക്കാണിക്കേണ്ടതേ, ആ അമ്പലം കണ്ടില്ലയാ എന്ന് ചോദിക്കാണ്. കണ്ടു. അമ്പലത്തിന്റെ അവിടെയാ, അവിടുന്ന് അന്വേഷിച്ച് നോക്കാമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യം അറിയാൻ പറ്റും. ആ അമ്പലത്തിന്റെ പക്കത്തിലേ നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടി അവിടെ ഒറ്റ ഓട്ടോ ആട്ടോ. ആ കുട്ടി ഓടുമ്പോഴേക്കും എടാന്ന് പറഞ്ഞിട്ട് അർജുൻ വിളിക്കുമ്പോഴേക്കും അഞ്ജലി പണ്ട് കൊള്ളാം, നല്ല അടിപൊളി കുട്ടി, നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ്. ഇനിയിപ്പോ നമ്മൾ എന്താണ് ചെയ്യുക? അവൻ പറ്റിച്ചിട്ട് പോയല്ലോ, നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ആ അമ്പലത്തിന്റെ അപ്പറേ ഇപ്പറേക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അന്വേഷിക്കട്ടോ. അവിടെയുള്ള ആളുകൾക്കൊക്കെ അവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ കാണിച്ചു ചോദിക്കുമ്പോ അവർക്ക് ആർക്കും അറിയില്ല. അപ്പൊ അർജുൻ പറഞ്ഞിട്ടോ, അമ്പാടി പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ബൈക്ക് അവിടെ വെച്ചിട്ട് അവിടേക്കായിരിക്കും നടന്നു പോയിട്ടുണ്ടാവാ, നമുക്ക് അവിടേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ആ ഭാഗത്തേക്ക് അന്വേഷിക്കുമ്പോഴേക്കും കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും ആ വഴി രണ്ടായിട്ട് മാറിപ്പോകുവാണ്. ഇവിടെ 2 വഴി ഉണ്ടല്ലോ, ഇതിൽ ഏതിലെ കൂടി ആയിരിക്കും അവര് നടന്നിട്ടുണ്ടാവുക, പത്മ പോയിട്ടുണ്ടാവുക, ഏത് വഴി കൂടി ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുമ്പോ പെട്ടെന്ന് അർജുനും അഞ്ജലി നോക്കുമ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്. കേരള ബോർഡറിലേക്ക് അവർ കടന്നു കേട്ടോ. കാരണം റെയിൽവേ ട്രാക്കിന്റെ ഇപ്പുറത്ത് തമിഴ്നാടും ഇപ്പുറത്ത് കേരളമാണ്. അപ്പൊ കേരള ബോർഡറിലേക്ക് അവർ കടന്നു. അപ്പൊ അവിടെ ഒരു അമ്പലം കാണുന്നുണ്ട്, ഒരു മലയാളികളുടെ ഒരു അമ്പലം ആട്ടോ. ആ അമ്പലത്തിൽ നോക്കുമ്പോഴേക്കും അവിടെ CCTV ഉണ്ട്. അമ്പലത്തിന്റെ പുറകിലും മുൻപിലും സൈഡിലൊക്കെ CCTV ആണ്. രാജു നോക്കിക്കേ, CCTV എന്ന് പറഞ്ഞ് കാണിച്ചു നോക്കുമ്പോ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അർജുൻ അങ്ങനെ CCTVയിലേക്ക് നോക്കാണ്. പെട്ടെന്ന് മുൻപിലേക്ക് നോക്കുമ്പോൾ അർജുൻ ഇങ്ങനെ തോന്നുവാട്ടോ, പത്മ അവിടേക്ക് ഓടി വരുന്നതും സൈഡിലൊരു വഴിയെ കൂടി ഓടി പോകുന്നതും പർദ്ദയാണ് ഇനി പേടിച്ച് പുറകിലേക്ക് തിരിഞ്ഞ് ഓടിപ്പോകുന്നതൊക്കെ അർജുൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണുന്നുണ്ട്. രാജു നമുക്ക് പുറത്ത് അവിടെ അകത്തുനിന്ന് അന്വേഷിച്ചാലോ? ശരി എന്ന് പറയാണ്. അങ്ങനെ അർജുനും അഞ്ജലിയും കൂടി ചേർന്നിട്ട് നേരെ അമ്പലത്തിനുള്ളിലേക്ക് കയറാണ്. അപ്പൊ അഞ്ജലി പറഞ്ഞ, അയ്യോ ഈ അമ്പലം പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, ഇപ്പൊ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നോക്കുമ്പോഴേക്കും ആ അമ്പലത്തിന്റെ സൈഡിൽ തന്നെ അവിടുത്തെ ഒരു വഴിപാട് കൗണ്ടർ ഉണ്ട്. രാജു നോക്കിക്കേ, വഴിപാട് കൗണ്ടർ, നമുക്ക് അവിടെ നിന്ന് അന്വേഷിച്ച് നോക്കാം എന്ന് അവിടെ ചേട്ടനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അവിടേക്ക് പോവാ. അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നിട്ട് ആ ചേട്ടൻ ഒരു സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ചേട്ടനോട് അർജുൻ ചോദിക്കേണ്ടത്, അണ്ണാ ഇവിടെ ഈ CCTV ഒക്കെ വർക്കിംഗ് ആണോ അണ്ണാ എന്നൊക്കെ തമിഴിൽ ചോദിക്കണം. അപ്പൊ ആ ചേട്ടൻ ചോദിക്കണ്ടല്ല, നിങ്ങൾ മലയാളികളല്ലേ, മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറയാണ്. നിങ്ങൾക്കറിയില്ലേ തമിഴ്നാട് എന്ന് പറഞ്ഞത് ഈ റെയിൽവേ ട്രാക്കിന്റെ ഇപ്പുറത്താണ് തമിഴ്നാട്, ഇപ്പറേ കേരളം. ബോർഡ് വായിച്ചില്ലേ? സോറി ഏട്ടാ, അതിനാ വായിച്ചില്ല. അല്ല എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല കഴിഞ്ഞ ദിവസം കുറച്ചു ദിവസം മുമ്പ് ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നില്ലേ എന്നൊക്കെ പറഞ്ഞ അഞ്ജലി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ പറയണതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ CCTV ഇവിടെ കണ്ടു. അപ്പൊ ആ ദിവസത്തെ ആ ഒരു ടൈം വെച്ചൊന്ന് നോക്കാവോ ചേട്ടാ? അപ്പൊ CCTVയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങൾ വാ, അകത്തേക്ക് വാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അവർ അകത്തേക്ക് കയറുന്നുണ്ട്. ഓഫീസ് റൂമിലെ മുമ്പിൽ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തതിനു ശേഷം ആ
അർജുനേട്ടൻ ഓരോരോ ഫയലുകൾ, ഓരോ ദിവസത്തെ ഫയലുകൾ നോക്കാണ്. ഇങ്ങനെ ഓരോ ദിവസത്തെ ഡേറ്റ് ഇങ്ങനെ ക്യാമറ ഡേറ്റിംഗ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഡേറ്റ് നോക്കുമ്പോഴേക്കും ഇങ്ങനെ കുറച്ചു നേരം നോക്കുമ്പോഴേക്കും ആദ്യം ഒന്നും കാണില്ല കേട്ടോ. അതിനുശേഷം പിന്നെ നോക്കുമ്പോഴേക്കുമാണ് ഈ ഒരു ദിവസത്തെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് പറതലിനൊരു പെൺകുട്ടി ഇങ്ങനെ ഓടിപ്പോണത് കാണുന്നുണ്ട്. അപ്പൊ തന്നെ അഞ്ജലി രാജു നോക്കി പത്മ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുമ്പോഴേക്കും പത്മ തന്നെയാണ് കേട്ടോ അത്. അർജുനും അഞ്ജലിക്ക് ഭയങ്കര സന്തോഷമാണ്. അർജുൻ പറയണ്ടോ, ഞാൻ ഈ വിഷയെ നന്ദൻ സാറിനെ വിളിച്ചു പറയട്ടെ, സാറിന് സന്തോഷമാകും എന്ന് പറഞ്ഞിട്ട് അർജുൻ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് നമ്മുടെ നന്ദകുമാർ എന്ന CA വിളിക്കാട്ടോ. ഹലോ നന്ദൻ സാർ അല്ലേ? സർ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. പത്മനെ ഇങ്ങനെ CCTV ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിൽ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ അഞ്ജലിയും അർജുനും കൂടി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുവാട്ടോ. അമ്പാടി കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അവിടെ അമ്പാടി ഫോണൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അർജുനും അഞ്ജലിയും വരുന്നുണ്ട്. അമ്പാടി നീ ഡിസ്ചാർജ് ആയാലേടാ എന്ന് അർജുൻ ചോദിക്കുമ്പോഴേക്കും അമ്പാടി പറഞ്ഞു, പിന്നല്ലാതെ ഡിസ്ചാർജ് ആവണ്ടേ, എപ്പോഴും ഇങ്ങനെ കിടന്നാൽ മതിയാവില്ലല്ലോ, അല്ല നിങ്ങൾ പോയ കാര്യം എന്താ എന്ന് അമ്പാടി ചോദിക്കുമ്പോ അഞ്ജലി പറയണ്ട്, പോയത് നല്ല ഗുഡ് ന്യൂസ് ആണ്, പ്രതീക്ഷക്ക് വകയുണ്ട്, നിങ്ങൾ വിശദമായിട്ടൊന്ന് പറ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി കാര്യങ്ങളൊക്കെ പറയാണ്. അർജുനും അഞ്ജലിയും കൂടെ പോയതും നാട്ടുകാരോട് ചോദിച്ചതും അമ്പലത്തിലേക്ക് പോയതും അവിടെ CCTV പത്മേനെ കണ്ടതും ഒക്കെ പറയുന്നത് കാണുമ്പോൾ അമ്പാടിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം അഞ്ജലി പറയണ്ടേ, അമ്പാടി ഞാനൊരു നിഗമനം പറയട്ടെ, അമ്പാടിയും അതുപോലെ തന്നെ പത്മയും ഇവിടെ എത്തിയ സമയത്താണ് ഈ നസീബ എന്ന് പറഞ്ഞ പെൺകുട്ടി റെയിൽവേ ട്രാക്കിന് മുമ്പിലേക്ക് കയറി ആത്മഹത്യക്ക് ശ്രമിക്കാൻ വേണ്ടി പോയത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പോണ സമയത്ത് പത്മ അവിടെ നിന്ന് ഓടി പോകുമ്പോഴേക്കും ആ റെയിൽവേ ക്രോസ് കടന്നു കഴിഞ്ഞപ്പോൾ സമയത്ത് ഈ ഗുണ്ടകൾ അവിടെ ബ്ലോക്ക് ആയിപ്പോയി. പിന്നീട് ആ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞ സമയത്ത് തന്നെയാണ് നസീബ അവിടെ കൊല്ലപ്പെട്ടത്. അപ്പൊ ഈ ഗുണ്ടകൾ വിചാരിച്ച കാണുമായിരിക്കും ആ ഒരു പത്മയാണ് അവിടെ മരിച്ചതെന്ന്. അപ്പൊ ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ പോയിട്ടുണ്ടാവാം. നസീബയാണെന്നുണ്ടെങ്കിൽ അവിടെ മരിക്കണം എന്ന രീതിയിലാണല്ലോ പോയത്. അതുകൊണ്ട് ആ ഒരു പെൺകുട്ടിയാണ് മരിച്ചത്. പത്മ ആ റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ ആ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടുകയും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് ഈ ഒരു ഭാഗത്തേക്കാണ്. പക്ഷെ പത്മനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷെ നമുക്കൊരു നല്ലൊരു സൂചന തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പറയുമ്പോ അമ്പാടി പറയുന്നുണ്ട്, അപ്പോ പത്മ ജീവനോടെ ഉണ്ടാവുമല്ലേ? എനിക്ക് ആശ്വാസമായി. നിങ്ങൾ അടുത്ത പ്രാവശ്യം അവിടേക്ക് പോകുമ്പോൾ ഞാനും കൂടെ വരും, എനിക്കും കൂടി അവിടെ വരണം, അവിടേക്കൊന്ന് നമുക്ക് അന്വേഷിക്കണം. തീർച്ചയായിട്ടും എന്ന് പറയാണ്. അഞ്ജലി പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നമുക്കത് വിശ്വസിക്കാം, നമുക്കത് പത്മനെ കണ്ടെത്താൻ നമുക്ക് പറ്റുമെന്നൊക്കെ പറയുമ്പോ വക്കീലിനെ ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന് അമ്പാടി ചോദിക്കുമ്പോഴേക്കും അർജുൻ പറയേണ്ട, അതെ എന്റെ പെണ്ണുമ്പോൾ നിസ്സാരക്കാരിടാ, നീ ധൈര്യമായിട്ട് വിശ്വസിച്ചോ. അതെ ഒരു പ്രാവശ്യം സ്വർണ്ണ എന്റെ മുടിവ് ഞാനേ കേൾക്ക മാട്ടെ എന്നൊക്കെ അഞ്ജലി ഡയലോഗ് പറഞ്ഞത് രജനീകാന്ത് ഡയലോഗ്. ഇപ്പൊ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഡയലോഗ് എന്ന് പറയുമ്പോഴേക്കും അമ്പാടിക്ക് സന്തോഷമാവണം. അങ്ങനെ രണ്ടൊരു കൈയൊക്കെ കൊടുത്തിട്ട് അവിടെ അങ്ങനെ നിൽക്കുവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണം നമ്മുടെ അഞ്ജലിയുടെ വീടാണ്. ആ വീട്ടിലേക്ക് നമ്മുടെ ഈ ജാഫറല്ലോ എന്താ തരകൻ അയാള് കുറച്ച് പോലീസുകായിട്ട് വരുവായിട്ട് സെർച്ച് ചെയ്യാനായിട്ട്. അവിടെ എത്തിയതിനു ശേഷം പോലീസുകാർ പറയുന്നുണ്ട് അകത്ത് കയറി തപ്പടോ എന്ന് പറയുമ്പോഴേക്കും ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സാറേ ഇവിടെ അകത്ത് കയറി തപ്പണോ സാറേ, അറിയാലോ ഇവിടെ നമ്മൾ എപ്പോഴൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ പ്രശ്നങ്ങളേ ആയിട്ടുള്ളൂ. എടോ ഞാൻ പറഞ്ഞത് താരം കൊണ്ട് കേട്ടാ മതി, അകത്ത് കയറി തപ്പ് എന്ന് പറയുമ്പോൾ ആ രണ്ട് പോലീസുകാർ അകത്തേക്ക് പോവാട്ടോ. ശ്യാമള വരുന്നുണ്ട്, എന്താ സാറേ എന്താ കാര്യം, ഇത് ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമുള്ള വീടാണ്. അപ്പോഴേക്കും വനിതാ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, തരകൻ അതെ നിങ്ങളും കൂടി ചെല്ലേ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും, വനിതകൾ വന്നില്ല എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി സെർച്ച് എന്ന് പറഞ്ഞിട്ട് ആ വനിതാ പോലീസിനെ അകത്തേക്ക് വിടുവാണ്. ആ സമയത്തിലേക്ക് അവിടേക്ക് അഞ്ജലിയും വരുന്നിട്ട് ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ ഇതേ കോസ്റ്റ്യൂമിൽ തന്നെയാണ് അഞ്ജലി ആ ഒരു താലി ശ്യാമള കണ്ടുപിടിക്കുന്നതും അവിടേക്ക് അനുഭവം വരുന്നതും അവർ ഇതേ ഡ്രസ്സിങ്ങിൽ തന്നെയാണ്. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് നാളത്തെ എപ്പിസോഡിലായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.